ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പാലക്കാടേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ശ്രുതി സ്വീറ്റ്സ് കുറച്ച് കഴിക്കണത് കേട്ടോ വണ്ടിയിൽ നിന്ന്. ആ സമയത്ത് നമ്മുടെ ശ്രുതിക്ക് പെട്ടെന്നൊരു ആലോചന വരുവാണ്. ഒരു സ്വീറ്റ്സിൻ്റെ ഒരു കട തുടങ്ങിയാലോ, അതോ അമ്മായിയുടെ വീടിൻ്റെ മുമ്പിൽ തന്നെയാണ്. അങ്ങനെ അവർ പുതിയൊരു കട തുടങ്ങുവാണ്, മഹാലക്ഷ്മി സ്വീറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ശ്രുതിക്കും പ്രീതിക്കും അമ്മായിക്കൊക്കെ ഭയങ്കര സന്തോഷമാവും കേട്ടോ. അങ്ങനെ അമ്മായി ഇങ്ങനെ ആൾക്കാരെയൊക്കെ വിളിച്ചിങ്ങനെ അത് സ്വീറ്റ്സ് പാലക്കാടൻ സ്വീറ്റ്സ്, നല്ല പാലക്കാടൻ സ്വീറ്റ്സ് എല്ലാവരും വാങ്ങിക്കുക, വില ഭയങ്കര കുറവാണ് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെയൊക്കെ ഇങ്ങനെ വിളിച്ചു വരുത്തും കേട്ടോ. ശ്രുതി അങ്ങനെ തന്നെ, പക്ഷെ ആരും വരില്ല. പക്ഷെ പെട്ടെന്ന് ഒരാൾ വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ പടപടാന്നാണ് കേട്ടോ ആൾക്കാർ വരുന്നത്. രാത്രി ആകുമ്പോഴേക്കും അവർ ആകാശത്ത് നോക്കി നിൽക്കുമ്പോൾ ഒരു നക്ഷത്രത്തെ കാണാണ്. ആ പശുവിനോട് അഞ്ജലി പറയുന്നുണ്ട്, ആ നക്ഷത്രത്തെ കണ്ടിട്ട് എന്തെങ്കിലും കാര്യം മനസ്സിൽ വിചാരിക്കാതെ നിനക്ക് സാധിച്ച് കിട്ടുമെന്ന് പറയാണ്. അതേസമയം നമ്മുടെ പ്രീതിയും പറയുന്നുണ്ട് ശ്രുതിയുടെ അടുത്ത് അങ്ങനെ തന്നെ. അങ്ങനെ രണ്ടുപേരും കൂടി ആ നക്ഷത്രത്തെ നോക്കി നിൽക്കുകയാണ്. അശ്വിന് അതിലൊന്നും വിശ്വാസമില്ലാത്തതുകൊണ്ട് രാത്രി തന്നെ അശ്വിൻ വീണ്ടും പോയി കിടക്കുക കേട്ടോ. കിടക്കുന്ന സമയത്ത് ആ നിലാവെളിച്ചത്തിൽ അശ്വിൻ വീണ്ടും ആ നക്ഷത്രത്തെ നോക്കുമ്പോൾ ശ്രുതിനെക്കുറിച്ച് തന്നെയാണ് കേട്ടോ ഓർമ്മ. ശ്രുതിനെ കണ്ടതും ആ ഒരു കാറ്റത്ത് നമ്മുടെ അശ്വിൻ്റെ മുഖത്തേക്ക് കർട്ടൻ ഉണ്ടല്ലോ, ആ തുണി മുഖത്തേക്ക് വരുമ്പോൾ ശ്രുതിയുടെ ആ ഒരു ഷോള് മുഖത്തേക്ക് വന്ന് വീണ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. ശ്രുതിയും അശ്വിനും കൂടി മറിഞ്ഞ് വീണ കാര്യങ്ങളൊക്കെ അശ്വിൻ ആലോചിക്കുക കേട്ടോ. എന്തോ അശ്വിന് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാവുകയാണ് അശ്വിൻ. ആ സമയത്ത് നിലാവിനെ നോക്കിയിട്ട് ശ്രുതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. അങ്ങനെ കുറേ നേരം അശ്വിൻ ആകാശത്ത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം ശ്രുതി അങ്ങനെ തന്നെയാണ് കേട്ടോ, ആകാശത്ത് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അവർ പരസ്പരം വെവ്വേറെ സ്ഥലത്ത് നിന്നിട്ട് ഓരോ ആകാശത്ത് ഒരു നക്ഷത്രത്തെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് രണ്ടുപേരും ഇപ്പോൾ. അപ്പോഴേക്കുമാണ് ലാവണി വന്നിട്ട് പെട്ടെന്ന് നമ്മുടെ അശ്വിനെ കെട്ടിപ്പിടിക്കുന്നത്. അശ്വിൻ, ഈ സമയത്ത് നല്ലൊരു റൊമാൻറ്റിക് മൂഡ് തോന്നുന്നില്ലേ? എനിക്കെന്തോ നിന്നെ വന്നിട്ട് ഒരു ഉമ്മ തരാൻ തോന്നി. ഒരു ഉമ്മ താ അശ്വിൻ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുക കേട്ടോ. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മുത്തശ്ശിക്കാകെ ദേഷ്യം വരുവാണ്. മുത്തശ്ശിനെ കാണുമ്പോൾ തന്നെ ലാവണ്യ അവിടെ നിന്ന് വേഗം തന്നെ പോകുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.